ഹായ് എവരിവൺ, ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഓണമൊക്കെ വരെയല്ലേ, അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ഓണം സെലിബ്രേഷനും കാര്യങ്ങൾക്കൊക്കെ സ്കേർട്ട് ബ്ലൗസ് അങ്ങനത്തെയൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ യൂസ് ചെയ്യുക. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മെറ്റീരിയലൊക്കെ എടുത്ത് ഇപ്പോഴേ തയ്ച്ചാലല്ലേ ഓണം ആകുമ്പോഴേക്കൊക്കെ എല്ലാം റെഡി ആയിട്ട് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. അപ്പം ഞങ്ങൾ ആദ്യം ജയലക്ഷ്മിക്കാണ് പോയത്. ജയലക്ഷ്മിയിൽ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഞാൻ വിചാരിക്കണ പ്രൈസ് റേഞ്ചിൽ ഞാൻ വിചാരിക്കണ മെറ്റീരിയലൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇഷ്ടമായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാൺ സിൽക്സിലേക്ക് പോയി. അവിടെ ഞാൻ വിചാരിക്കണ പോലെ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. മീറ്ററിന് 100 റുപ്പീസ് തൊട്ടിട്ട് 1000-1500 ആ റേഞ്ചിലേക്ക് ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഞാൻ ഒരുപാട് പ്രൈസുള്ള മെറ്റീരിയൽ എടുക്കാൻ വിചാരിക്കണില്ല. കാരണം സ്കേർട്ടിന് 5 മീറ്റർ വേണം, ബ്ലൗസിന് 1 മീറ്റർ വേണം, പിന്നെ ഷോള് വേണം. അപ്പോൾ പിന്നെ സ്റ്റിച്ചിങ് ചാർജ് ഒക്കെ കൂടി ആകുമ്പോഴേക്കും ഭയങ്കര പ്രൈസായി പോകും. മെറ്റീരിയലിന് പൈസ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ ഓണ സെലിബ്രേഷൻ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരത് ഉപയോഗിക്കണില്ല. നെക്സ്റ്റ് ഇയർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വിഷുവിനായിരിക്കും ചിലപ്പോൾ അത് പുറത്തെടുക്കുക. അപ്പോഴേക്കും ഇവർക്ക് ചിലപ്പോൾ ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പ്രൈസുള്ള മെറ്റീരിയൽ എടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ ഒരുപാട് സെലക്ഷൻ ഉണ്ട്. നമുക്ക് പ്രൈസ് കുറഞ്ഞിട്ട് എടുക്കാൻ ഒരുപാട് ചോയ്സ് ഉണ്ട്. നമ്മുടെ ഇഷ്ടം എന്താണോ, നമ്മുടെ പ്രിഫറൻസ് എന്താണോ അതനുസരിച്ച് എടുക്കാനുള്ള ചോയ്സ് ഇവിടെ കല്യാൺ സിൽക്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഇഷ്ടമായി, മെറ്റീരിയൽ എല്ലാം എനിക്ക് ഇഷ്ടമായി. ഇതൊക്കെ മെറ്റീരിയൽസ് അവിടെ കൂട്ടിയിട്ടേക്കാണ്. നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും ഏതെടുക്കണം എന്നുള്ളത്. അത്രയും ഉണ്ട്. ഓഫ് വൈറ്റ് ആണല്ലോ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുക, സ്കേർട്ടൊക്കെ ഓഫ് വൈറ്റ്. അപ്പം ഞാൻ ഓഫ് വൈറ്റ് സ്കേർട്ടും റെഡ് പോലത്തെ ഒരു കോമ്പിനേഷൻ ബ്ലൗസും അങ്ങനെയാണ് ഞാൻ നോക്കിയത് ഇവർക്ക് രണ്ടുപേർക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മെറ്റീരിയലൊക്കെ എടുത്തിട്ട് കായ്സിൽ വന്ന് ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. അപ്പം എൻ്റെ മുടി കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളർ ചെയ്ത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഹെയർ കുറച്ച് ഡ്രൈ ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്നത്, മുടി ചകിരി ടെക്സ്ചറിലായിരിക്കണേ. അപ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്രിസ്റ്റി ആയിട്ട്. അപ്പോൾ പാർലറിൽ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ബോട്ടോക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജൊക്കെ പോയിട്ട് മുടി നല്ലതായിട്ട് ഇരിക്കും. ഡാമേജൊക്കെ പോയിട്ട് നാച്ചുറൽ ഹെയർ നോർമലി നമ്മുടെ പഴയ ഹെയറിലേക്കാവും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഓരോന്നൊക്കെ തോന്നുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ചെയ്തേക്കാം, മുടിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടേക്ക് പോയി. പക്ഷേ കുറേ സമയം എടുത്ത്, കുറേ നേരം പോസ്റ്റായി, ക്ഷമയൊക്കെ നശിച്ചു. അങ്ങനെ ഇരുന്ന് മുടിയൊക്കെ ചെയ്തു കഴിയുമ്പോൾ പിന്നെ ചിലർ പറയുമല്ലോ പഴയതാണ് നല്ലത്, ഇതാണ് നല്ലത്, അങ്ങനെയൊക്കെ. പിന്നെ എന്തായാലും മുടിയല്ലേ, കുറേ കഴിയുമ്പോൾ നമ്മുടെ നോർമൽ ഹെയർ വരുമല്ലോ എന്നുള്ള സമാധാനത്തിൽ ചെയ്തു. അപ്പോൾ ഇതാണ് ഫൈനൽ മുടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വ്ലോഗ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.